കിഴക്കൻ വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതോടെ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി. ഉൾപ്രദേശങ്ങളിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തൊഴുത്തുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയതോടെ ക്ഷീര കർഷകരും ദുരിതത്തിലാണ്. ശരത് എസ് കുട്ടനാട്ടിൽ നിന്ന് ചേരുകയാണ്. ശരത്, ഇന്നലെ തന്നെ പല വീടുകളിലേക്കും വെള്ളം കയറിയതും പ്രാദേശിക റോഡുകളെല്ലാം വെള്ളത്തിലായതും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല അല്ലേ? ദുരിതത്തിലാണവർ. റോഷ്നി, അത് തന്നെയാണ് കുട്ടനാടെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ജില്ലയിൽ ഇത്തരത്തിൽ മഴ കുറവായിരുന്നു. എന്നിരുന്നാലും മഴ കുറവാണെങ്കിലും കുട്ടനാട് അടക്കമുള്ള ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ വീടുകളിലേക്കടക്കം ഇങ്ങനെ വെള്ളം കയറി വലിയ പ്രതിസന്ധി ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയത്തും പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെ മഴ ശക്തമായ സാഹചര്യത്തിൽ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള നീരൊഴുക്ക് കുട്ടനാട് അടക്കമുള്ള മേഖലയിലേക്ക് ശക്തമാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വീടുകൾ വെള്ളത്തിലായത്. പല വീടുകളിൽ നിന്നും ആളുകൾ ഇപ്പോൾ മാറി താമസിക്കേണ്ട സാഹചര്യം. ജില്ലയിൽ ഇപ്പോൾ കിഴക്കൻ മേഖലയിൽ മാത്രം 9ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം തന്നെ തുറന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇന്നലെയും ഇന്നുമായി ആശ്വാസം എന്നോണം മഴ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വെള്ളം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ രാവിലെ നമുക്കറിയാം, സാധാരണഗതിയിൽ രാവിലെ ഈ സമയത്തൊക്കെ തന്നെ വേലിയിറക്ക സമയമാണ്. എന്നിരുന്നാലും ഈ സമയത്തും വീടുകളുടെ അവസ്ഥ ഈ കാണുന്നത് പോലെ വെള്ളം നിറഞ്ഞ് ആ രീതിയിലുള്ള പ്രതിസന്ധിയാണ് കുട്ടനാട് മേഖലയെ ഏറ്റവും ദുരിതത്തിലാക്കുന്നത്. നിരവധി ആളുകൾ ഈ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. നൂറോളം കുടുംബങ്ങളെ ഇപ്പോൾ എന്തായാലും വിവിധ ക്യാമ്പുകളിലേക്കായി മാറ്റിയിട്ടുണ്ട്. ഒപ്പം നിരവധി പേർ ബന്ധുവീടുകളിലേക്കും മറ്റും ഇതിനകം പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഇത്തരത്തിൽ വെള്ളക്കെട്ടും മറ്റു പ്രതിസന്ധികളും രൂക്ഷമായ സാഹചര്യത്തിൽ കുട്ടനാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊപ്പം അംഗൻവാടികൾക്കും ഒക്കെ തന്നെ ഈ കുട്ടനാട് താലൂക്കിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ മഴ ഇന്നിപ്പോൾ കുറവാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മഴ കുറയുകയാണെങ്കിൽ വെള്ളം ഒഴുകിപ്പോവുകയും പിന്നീട് വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇന്നലെയും മഴ കുറഞ്ഞെങ്കിൽ പോലും വെള്ളക്കെട്ട് പരിഹരിച്ചിട്ടില്ല. ഈ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അതിശക്തിയായി തുടരുകയാണ്. അത് അപകടകരമായ രീതിയിൽ പല നദികളിലും ഒക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന കൂടി വെള്ളത്തിന്റെ നീരൊഴുക്ക് രൂക്ഷമാകുന്ന കൂടി സാഹചര്യത്തിലാണ് എന്തായാലും ഇപ്പോൾ വെള്ളക്കെട്ട് തുടരുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിൽ എന്തായാലും പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല. മഴ മുന്നറിയിപ്പ് ആലപ്പുഴ ജില്ലയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മഴ മാറി നിൽക്കാനുള്ള സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ പക്ഷേ വെള്ളം ഇന്ന് കുറഞ്ഞേക്കാം. പക്ഷേ ഇത്തവണ ഈ സീസണിൽ മാത്രം 4 തവണയാണ് ആലപ്പുഴയുടെ കുട്ടനാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. വിവിധ വീടുകൾ ഈ 4 തവണയും മഴ ശക്തമായ സാഹചര്യത്തിൽ വെള്ളത്തിലാവുന്ന സാഹചര്യം. 4 തവണയും പലരും ക്യാമ്പുകളിലേക്ക് തന്നെ മാറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയും മഴ ശക്തമാവുകയാണെങ്കിൽ ഈ മേഖലയിലെ സാഹചര്യം സമാനമായിരിക്കുമെന്നുള്ളതാണ് റോഷ്നി പറയേണ്ടത്. ശരത് എസ് ആണ് കുട്ടനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.